മിനി രാജൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ട്രാൻസ്പോർട്ട് ബസ്സിൽ ചവിട്ടിക്കൂട്ടിയ ഒരു കഷ്ണമാണ് കിട്ടിയത്. അതിൽ നിന്നാണ് ഞാൻ കൃപാസനത്തെ 3 സാക്ഷ്യം എൻ്റെ തൊണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ ദൈവം എന്നെ തൊട്ട്. പിന്നെ മിനിരാജൻ്റെ ജീവിതം അങ്ങോട്ട് മാറണ മാറ്റം കണ്ടില്ലേ. ഒരു തുണ്ട് കൃപാസനം പത്രം മതി ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റാൻ. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ അനുഭവിച്ച പല വിഷയങ്ങളെ ചെയ്യണത്. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ ഈ കൃപാസനം അത് ഈ പത്രം കൊടുക്കുന്നതിൽ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഇരിക്കുന്നത്. കാരണം ചമ്മല് ആൾക്കാർക്ക് കൊടുക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് റിസ്ക് തന്നെയാണ്, സംശയമില്ല. ഇനി നിങ്ങൾ ചില ആൾക്കാരെ കൊടുക്കണ പോലെ കൊടുത്താൽ അത് വർക്കൗട്ടും ചെയ്യത്തില്ല. നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളൊരു ദാഹം ഉണ്ടാകണം. ഇപ്പം ഞങ്ങൾക്ക് കുഞ്ഞുനാൾ മുതലേ എനിക്ക് ദാഹം ഉണ്ടായിരുന്നു. അതായത് ഈശോനെ അറിയാത്തവരെ അറിയിക്കണം. അത് ദൈവസ്നേഹമാണ്, ഒരു ദൈവസ്നേഹ പ്രവൃത്തിയാണ്. ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങൾ മനസ്സിൽ തിളച്ചോണ്ട്, ദൈവസ്നേഹത്തിൽ തിളച്ചോണ്ട് ആണ് കർത്താവേ നിന്നെ ഈ പത്രം, എൻ്റെ ഒരു പത്രം കൊടുത്ത് ഈ പത്രം 10 പേര് വായിക്കാതെ ഇത് കീറിപ്പോകാൻ ഇടവരുത്തല്ലേ. അങ്ങനെയൊക്കെയാണ് ദൈവസ്നേഹമുള്ളവർ പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഇത് ആർക്ക് കൊടുക്കാനാണ്, ആൾക്കാർ കാണുമല്ല, ഞാൻ എന്ത് പറയും, അവർക്ക് ചമ്മലാണല്ല, ആൾക്കാർ പോയിട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ഇതാണ് വിഷയം. അപ്പം തന്നെ ഓർക്കുക, ഉടമ്പടി അവിടെ വെച്ച് ബ്രേക്കായി. എന്താ കാര്യം? ഉടമ്പടി എടുക്കാനുള്ള ആവതില്ല. ഉടമ്പടി ഏറ്റവും വലിയ എബിലിറ്റി എന്ന കപ്പാസിറ്റി പറഞ്ഞാൽ ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം അത് ദൈവസ്നേഹം ഈശോയോടുള്ള ആന്തരികമായ സ്നേഹമാണ്. നിങ്ങൾക്ക് ആന്തരികമായ സ്നേഹം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇത് കൊടുക്കുമ്പോൾ കർത്താവേ ഞാനിത് കൊടുക്കുകയാണ്, ഇതനുസരിച്ച് എനിക്ക് നിന്നോട് ആന്തരികമായ സ്നേഹം വർദ്ധിപ്പിക്കണം. പ്രാർത്ഥിച്ച് കർത്താവേ ഞാൻ ഉടമ്പടി നിവർത്തിക്കുക വഴി അങ്ങയോടുള്ള സ്നേഹത്താൽ എന്നെ ഉയർത്തണമേ. ഈ കാലങ്ങളിലെ ഈ തലമുറയ്ക്ക് അങ്ങേ കൈമാറ്റി കൊടുക്കുവാൻ എന്നെ ഉപകരണമാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ നീ എന്നെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമ്പടി ഉള്ളവർ എല്ലാവരും ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ മുന്നറിവിനെക്കുറിച്ച്. ഇതാണ് റിസ്ക് എന്ന് പറയണത്. നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ്? ഉടമ്പടിയുടെ റിസ്ക്. അത് സാഹസികത. ഇതിൻ്റെ പിന്നിലുള്ള നമ്മൾക്ക് വരുന്ന സാഹസികത. അതിനകത്ത് വരുന്നത് എന്താണ്? നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കറക്റ്റ് റിപ്പോർട്ട് കൈ കിട്ടും. നിങ്ങളത് നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ കയ്യിലുള്ള റിപ്പോർട്ട് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പം സങ്കീർത്തനം 139 വചനം 2, സങ്കീർത്തനം 139 വചനം 2. ഞാൻ ഇരിക്കുന്നതും പറഞ്ഞേ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഈ വിചാരമാണ് പ്രോബ്ലം. സങ്കീർത്തനം 139:2 പറഞ്ഞ എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം, പത്രം, അതിനോട് ബന്ധപ്പെട്ട പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഇതേക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാകുമല്ലോ, ഇല്ലേ? നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവും. എന്താ വിചാരം? ഇത് കൊടുത്ത് നോക്കാം, വെക്കട്ടെ. ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ വിചാരം. കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒക്കെ. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ആഴമായ വിശ്വാസമില്ല. ഒരു അഴകുഴമ്പനായിട്ടുള്ള ഒരു അറിവാണ് ഇതിനെക്കുറിച്ച് ഉള്ളത്. ഇതാണ് വിചാരം. ഈ വിചാരം ഉള്ളത് കൊണ്ട്, ഈ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിള് വിശ്വാസത്തിൻ്റെ തന്നെ വേറെ ഒരു ആന്തരിക രൂപമാണ്. വിശ്വാസം സ്പെൽ ഔട്ട് ചെയ്യണതാണ്, പക്ഷെ അത് രൂപപ്പെട്ട് വരുന്നത് വിചാരമായിട്ടാണ്. വിശ്വാസം രൂപപ്പെട്ട് വരണത്, ഇപ്പം
പുഷ്പം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒരു മൊട്ടായിട്ടല്ലേ വരുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ വിശ്വാസം ഒരു പൂവാണെങ്കിൽ മൊട്ട എന്താണ്? വിചാരമാണ്. അപ്പം മൊട്ട എന്താണെന്ന് നോക്കണം ആദ്യം. ഈ വിചാരത്തിൽ ആണ് അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് വിധിയും വിചാരവുമായിട്ട് വരും. നിങ്ങളുടെ വിചാരം പൊട്ടയാണെങ്കിൽ അപ്പം തന്നെ വിധിയായി, ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ വിചാരം കറക്റ്റാണ് എങ്കിൽ നമുക്ക് ഇത് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തോട് അടുക്കാനും ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണിത്. ഇപ്പം ചിലക്ക് വന്ന് സാക്ഷ്യം പറയുന്നത്, ദൈവമേ, എന്നെ ആദ്യമായി എന്നെ ഈ പുണ്യഭൂമിയിലേക്ക് വിളിച്ച ദൈവത്തിന് നന്ദി പറയണം എന്നൊക്കെയാണ് ആൾക്കാർ പറയണത്. കേൾക്കട്ടെ, എത്ര പേരാണ് പറയണത്? അപ്പോൾ അവർക്ക് ആ ഒരു വിചാരമുണ്ട്. എന്താണ്? ഒരു പുണ്യഭൂമിയാണ്, ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അതൊരു വിചാരമാണ്. അതുകൊണ്ട് തന്നെയാണ് വിചാരങ്ങൾ ആദ്യം വിശുദ്ധീകരിക്കേണ്ടി വരും. ഉടമ്പടി എടുക്കുന്നവരും ഉടമ്പടി ജീവിക്കുന്നവരും വിചാരം വിശുദ്ധീകരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ, എന്റെ ആന്തരിക വിചാരങ്ങളെ വിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. പ്രഭാഷണം 17:19. ശ്രുതികട ഹല്ലേലൂയ. പ്രഭാഷകം 17:19. അവരുടെ പ്രവൃത്തികൾ പറഞ്ഞു, അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യും? നമ്മൾ ഉടമ്പടിയിൽ എന്ത് ചെയ്യും? എങ്ങനെ ചെയ്യും? എന്തുകൊണ്ട് ചെയ്യും? ഇതെല്ലാം അവിടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അപ്പം അതുകൊണ്ട് പറ്റിക്കലൊന്നും നടക്കത്തില്ലെന്നർത്ഥം. പറ്റിക്കലൊന്നും നടക്കത്തില്ല. പിന്നെ എങ്ങനെ ഒപ്പിച്ചുണ്ടാക്കാൻ പറ്റത്തില്ല. ആത്മാർത്ഥതയില്ലാതെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടിയുടെ ഈ സ്നേഹവും അതേസമയം തന്നെ അതിനകത്തുള്ളതാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി നിബന്ധനകളോട് ആത്മാർത്ഥതയോടെ പെരുമാറാൻ പ്രതികരിക്കാനും എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രഭാഷകം 39:19. ശ്രുതികട ഹല്ലേലൂയ. പ്രഭാഷകൻ 39:19. മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് പറഞ്ഞേ, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ഇതൊരു സീരിയസ് വേർഡ് ഓഫ് ഗോഡ് ആണ്. ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള കുറേ വചനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തിനാ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് ഉടമ്പടിക്ക് അനുഭവത്തിന് സ്പീഡില്ല. അതാണ് പറയാൻ കാരണം. ചിലർക്ക് സ്പീഡ് കുറയും. ഇങ്ങനെ ഇത്രയും ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഉടമ്പടി ഒരു വേഗതയുടെ പ്രാർത്ഥനയാണ്, ആത്മീയ പദ്ധതിയാണ്. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്യണം. പക്ഷേ ദൈവസ്നേഹത്തിന് പകരം എന്താ പറ്റിയിരിക്കണമെന്ന് ചോദിച്ചാൽ വസ്തുസ്നേഹമോ വിഷയസ്നേഹമോ ആണ് വരണത്. അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണതാണ്. വസ്തുസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം വസ്തു വിൽക്കണില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയം പരീക്ഷ ജയിക്കണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ പരീക്ഷ ജയിക്കുന്നതിനാണ് ദൈവസ്നേഹത്തെക്കാൾ വലിയ പ്രാധാന്യം. അതാണ് വിഷയം. പരീക്ഷ ജയിക്കുക, അല്ലെങ്കിൽ സ്ഥലം വിറ്റ് മാറ്റുക, അപ്പോൾ വിഷയമായി. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ വിസ വരിക, PR വരിക, ഇങ്ങനെ കുറേ ആൾക്കാർ ഇൻഡക്ഷൻ വെക്കത്തില്ലേ.
ഇങ്ങനെയുള്ള നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരിയേറെ ഉത്കണ്ഠപ്പെടുകയും അത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് ഉടമ്പടി. നിങ്ങളുടെ വിഷയത്തിന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിഷയം എന്താണ്? ദൈവമാണ് വിഷയം. മനസ്സിലായില്ലേ? പക്ഷേ ആൾക്കാർക്ക് എന്താ വിഷയം? ഉടമ്പടി എടുത്തു കഴിഞ്ഞാലും അയ്യോ വിസ വന്നില്ല, പോയി കമ്പ്യൂട്ടർ നോക്കും, PR വന്നില്ലല്ലോ, അങ്ങനെ വിളിച്ചു ചോദിക്കും. അപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് വിളിച്ച് നിങ്ങളുടെ ആൾക്കാരൊക്കെ വിളിച്ചു ചോദിക്കണേ, റിസൾട്ട് വന്ന, PR വന്ന, വിസ വന്ന, ഓവർ ലെറ്റർ വന്ന എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ നോട്ട് ലീസ്റ്റ് കൺസേൺ അബൌട്ട് ദ ഉടമ്പടി. ദേ ആർ കമ്മിറ്റഡ്. അവർ ചെയ്തിട്ടുള്ള കമൻറ്റിനെ കുറിച്ച് അവർക്ക് ബോധമില്ല. അപ്പം നിങ്ങൾക്ക് ഈ വസ്തുക്കൾക്കും വിഷയങ്ങൾക്കും കാണിക്കുന്ന വെബ്രാളവും പരവേശവും ദൈവത്തെ സ്നേഹിക്കാൻ കാണിച്ചാൽ പ്രശ്നം തീർന്ന്. പിടികിട്ടിയ നിങ്ങളെ വിഷയം നേടാൻ വസ്തുതകൾ വ്യക്തികളോട് ഇൻട്രാക്ട് ചെയ്യുന്ന അതേ ഒരു വ്യഗ്രത ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ച വിഷയം ഞാൻ ദൈവത്തിന് ഏൽപ്പിച്ചു. അത്രയേ ഉള്ളൂ. എൻ്റെ കണ്ണുനീര്, എൻ്റെ ഭാരം, അതെന്ത് തന്നെയായാലും, ഒന്നുമില്ലെങ്കിൽ പൊട്ടന്മാരെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദൈവം ഇടപെട്ടൊരു അൾത്താറാണിത്. അത് എനിക്ക് മനസ്സിലാകാം. എന്നോട് ആദ്യമൊക്കെ എൻ്റെ മുതിർന്ന സഭാ ശുശ്രൂഷകർ എന്നോട് പറയും, അച്ഛാ ഇത്രയും സാക്ഷിയൊക്കെ ഒന്ന് ഇരണ്ട കേട്ടോ എന്ന് പറയും. അപ്പോൾ ഇതെന്ത് സാക്ഷ്യത്തിൻ്റെ ധ്യാന കേന്ദ്രമാണെന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് എതിർപ്പൊന്നും പറയത്തില്ല. എൻ്റെ ഒരു സ്വഭാവമാണത്. ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കത്തില്ല. കാര്യം അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിൽ ഇടപെടരുതെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. അപ്പോൾ സുപ്പീരിയേഴ്സ് എന്നോട് പറഞ്ഞാൽ ഞാൻ മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. എന്താ കാര്യം? ഉടമ്പടിക്ക് അത് പുതിയ പദ്ധതിയാണ് ദൈവത്തിൻ്റെ. അതിന് വേണ്ട സ്ഥിരീകരണം എന്താ വേണ്ടത്? സാക്ഷ്യമാണ് വേണ്ടത്. സാക്ഷ്യമല്ലാതെ നമ്മൾ എന്ത് ഉടമ്പടി പറഞ്ഞിട്ടും കാര്യമില്ല. ഇതെന്ത് വർക്കൗട്ട് ചെയ്തതെന്ന് അറിയണം. ഉടമ്പടി കുറച്ച് കാലം പിന്നപ്പെട്ടപ്പോൾ തന്നെ 10,000-കണക്കിന് സാക്ഷ്യങ്ങളായി. 10,000-കണക്കിന് സാക്ഷ്യങ്ങളെന്നല്ല പറയേണ്ടത്. ഒരു രോഗസൗഖ്യവും അല്ലെങ്കിൽ മദ്യപാനവും അല്ലെങ്കിൽ ജീവിതം നവീകരണവും എന്നുള്ള മിനിമം ആധ്യാത്മിക അനുഭവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഈ സൂര്യന് താഴെ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ദൈവം ഇടപെടാൻ പറ്റിയ ഏറ്റവും ലളിതവും സുശക്തവുമായൊരു മാർഗമായി ഈ ദിവസങ്ങളിലുള്ള ഉടമ്പടി ഉയർത്തപ്പെട്ടതിന് ദൈവത്തെ നന്ദി പറഞ്ഞിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ നമ്മൾ എന്തിനാണ് ഉടമ്പടി ധ്യാന പ്രബോധനങ്ങൾ വെക്കണത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഉടമ്പടി അനുവർത്തിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകേണ്ട അടിസ്ഥാന മനോഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് ദൈവസ്നേഹം, പിന്നെ എന്താണ്? സത്യസന്ധത. ഇത് രണ്ടും കറക്റ്റ് ചെയ്താൽ തന്നെ ഉടമ്പടി ഉടനെ പോകാൻ തുടങ്ങും. ദൈവസ്നേഹവും സത്യസന്ധതയും. പിന്നെ വിഷയത്തിൽ നിന്ന് മനസ്സ് മാറ്റണം. ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താവിൽ അകന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വന്ന് ഉടമ്പടി എടുത്ത് വണ്ടി കയറി വീട്ടിൽ ചെന്ന് ഇവിടെ ഉടനെ മെസ്സേജ് എടുത്ത് നോക്കാം. ദൈവമേ, അവിടെ ചെല്ലുമ്പോൾ തന്നെ കാല് കുത്തുമ്പോൾ തന്നെ ഭർത്താവ് വിളിക്കുമെന്നാണല്ലോ പറയണത്, നോക്കിയേക്കാവുന്നത്. ഒരു പരിപാടി ചെയ്തിട്ടില്ലേ, ആകപ്പാടെ വന്ന് ഉടമ്പടി എടുത്തിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ റിസൾട്ടിനെ കുറിച്ച് അവളുടെ വിഷയത്തെക്കുറിച്ചും ആവശ്യമില്ലാത്ത ആദ്യമാണ്. ദൈവം അത് ചെയ്തോളും മോളെ. നീ ദൈവത്തെ ആദ്യം സ്നേഹിച്ച് നീ ദൈവവും തമ്മിലും നീ ഇപ്പോൾ ഭർത്താവുമായി ഡൈവേഴ്സ് ചെയ്ത കാര്യമല്ലേ, അയാൾ ഇനി പിള്ളേരുമായിട്ട് തന്നെ തിരിച്ചു വന്നോട്ടാ. എന്നാലും എത്ര കൊല്ലം നിങ്ങൾ ജീവിക്കും? 50 കൊല്ലം കൂടി ജീവിക്കും. പിന്നെ ചത്തപോലെ രണ്ടും പല കാര്യമുണ്ടാ ഇല്ലേ? പക്ഷെ നിങ്ങൾ ദൈവവുമായി ഡൈവേഴ്സായല്ല. അതെന്താ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തത്? ആദ്യം ദൈവവുമായിട്ട് ഡൈവേഴ്സായിട്ടല്ലേ ഭർത്താവുമായി ഡൈവേഴ്സ് ആയത്? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആദ്യം ദൈവവുമായിട്ട് ഇന്ന് ഡൈവേഴ്സ് ആയിട്ടല്ലേ ഇപ്പോൾ ഭാര്യയുമായി ഡൈവേഴ്സ് ആയത്. നിങ്ങൾ ദൈവവുമായിട്ട് യൂണിയനിൽ വരിക. ആദ്യം പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുമായി എനിക്കുണ്ടായിരുന്ന ബന്ധത്തിൽ നിന്ന് മോചനം നേടി ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു പോയ കാലങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ആരെല്ലാം പിരിഞ്ഞാലും കുറച്ച് കാലത്തേക്കാണെന്നുള്ള ബോധ്യം എനിക്ക് നൽകണമേ. അതേസമയം അങ്ങുമായി പിരിഞ്ഞാൽ
അങ്ങുമായി പിരിഞ്ഞാൽ നിത്യദേവതയെ പിരിയുന്നു നിത്യത വരെ പിരിയുന്നു എന്നുള്ള സങ്കടങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. എന്തിനാണ് ഈ ഉടമ്പടി പ്രബോധനങ്ങൾ എന്നറിയാവോ? ഇങ്ങനെയുള്ള ഉടമ്പടിയുടെ മുന്നോട്ടുള്ള അതിൻ്റെ ചെയ്വനകളിലെ നമുക്കുണ്ടാകുന്ന പെശകുകളെ പരിഹരിച്ചുകൊണ്ട് അത് ക്വാളിറ്റേറ്റീവ് ഗുണനിലവാരം വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ എൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുക. ഇതെല്ലാം ചെയ്യാൻ വേണ്ടി കുറച്ച് റിപ്പയറിങ് വേണം. അതിനാണ് അച്ഛൻ എപ്പോഴും ഉടമ്പടി ധ്യാനം നടത്തിയിരിക്കുന്നത്. പിന്നെ എന്താണ്, ഈശോയ്ക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ശമരിയക്കാരൻ്റെ കഥ പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നീയും പോയി അതുപോലെ ചെയ്യുക. അവൻ്റെ ചോദ്യം എന്തായിരുന്നു? 10:25 ചോദ്യം എന്തായിരുന്നു? ലുക്കാൻ്റെ സുവിശേഷം. ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എന്ന് പറഞ്ഞേ. ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ജീവനും അവകാശമാക്കാൻ ഞാൻ എന്ത് ചൊല്ലണമെന്നല്ല. അതാ പ്രശ്നം. ഉടമ്പടിയുടെ കണ്ടന്റ് അവിടെ ഉണ്ട് അല്ലേ? ഞാൻ എന്ത് ചെയ്യണം? അപ്പം അയാൾക്ക് മനസ്സിലായി, അയാൾക്ക് നിയമജ്ഞന് കാര്യം മനസ്സിലായി. ചൊല്ലിയത് കൊണ്ട് കാര്യമൊന്നുമില്ല, ചെയ്യേണ്ടി വരുമെന്നറിയാം. അത് കർത്താവിനോട് തന്നെ ചോദിച്ചു. നിത്യജീവൻ എനിക്ക് വേണ്ടത് 10-80 കൊല്ലത്തെ ജീവിതമല്ല, നിത്യത വരെയുള്ള ജീവിതമാണ്. അത് നിത്യത വരെയുള്ള ജീവിതം കിട്ടാൻ ചൊല്ലിക്കൊണ്ടിരുന്ന ശരിയാകത്തില്ല, എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പുള്ളിക്കറിയാം എന്തെങ്കിലും ചെയ്യേണ്ടി വരും. പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് പുള്ളിക്ക് അറിയത്തില്ല. അതൊരു കർത്താവിനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ചെയ്യേണ്ടത്, ഒന്ന്, നീ ദൈവത്തെ സ്നേഹിക്കണം. രണ്ടാമത്, അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോൾ അയാൾ ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാർ? അപ്പോൾ പറഞ്ഞു, ബന്ധവും സ്വന്തവും വർഗവും മതവും ഒന്നും അല്ല നോക്കേണ്ടത്. മനുഷ്യന് ഒരു ആവശ്യം വന്നാൽ ആ മനുഷ്യനായിട്ടയാളെ കണ്ടിട്ട് ദൈവത്തിൻ്റെ പേരിൽ അയാളെ കാണണം. അയാളുടെ മതം നിങ്ങളുടെ മതക്കാരനായിരിക്കത്തില്ല, നിങ്ങളുടെ ജാതിക്കാരനായിരിക്കത്തില്ല. പക്ഷേ ഒരാവശ്യക്കാരനായി കണ്ടാൽ ആരായിട്ട് കാണണം? അയാളെ ദൈവമായിട്ട് കാണണം. അതാണ് പ്രശ്നം. എന്താണ്? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നെന്ന് പറഞ്ഞത്. ഈശോ എന്ത് രസമാണെന്നറിയോ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ഞാൻ രോഗിയായിരുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 25:36. മത്തായി 25:36. ഞാൻ രോഗിയായിരുന്നു. ഞാൻ രോഗിയായിരുന്നു. നിങ്ങൾ എന്നെ സന്ദർശിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പണ്ട് 2013 വേളാങ്കണ്ണി അമ്മയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിജയകുമാരൻ കൂടി ഇവിടെ വന്നു പ്രേക്ഷകരെല്ലാം വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോകണം, അവിടെ ഒരു മിഷനുണ്ട്. അപ്പോൾ വിജയകുമാർ എന്നോട്, ഞാനിത് ഹോസ്പിറ്റൽ മിഷൻ എന്ന് വെള്ളാങ്കണ്ണി വെച്ച് പറഞ്ഞപ്പോൾ വിജയകുമാർ എന്നോട് പറഞ്ഞത്, നമ്മളിപ്പോൾ മിഷൻ ഹോസ്പിറ്റൽ സ്ഥാപിക്കേണ്ടി വരുമല്ലേ വെച്ചാന്ന്, മിഷൻ ഹോസ്പിറ്റലിലെ. ഞാൻ പറഞ്ഞു, ആവശ്യത്തിന് ഹോസ്പിറ്റൽ കേരളത്തിലുണ്ട്. അതല്ല, ഹോസ്പിറ്റലിൽ പോയിട്ട് പതറിക്കിടക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കേണ്ട പൈസ കൊടുക്കണം. അതുപോലെ തന്നെ പണം കൊടുക്കണം, രോഗം അവർക്ക് പ്രത്യാശ കൊടുക്കേണ്ട പ്രത്യാശ കൊടുക്കണം. അങ്ങനെ ഒരു 10-40 പേരെ വിളിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങി. അപ്പോൾ കോവിഡ് വരെ ഹോസ്പിറ്റൽ മിഷൻ ഭംഗിയായിട്ട് വർക്ക് ചെയ്ത്, കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ രോഗിയായിരുന്നു എന്നുള്ള ആ വിഷയം ഇപ്പോഴും ഹോസ്പിറ്റൽ മിഷൻ നടത്തുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം? പണ്ട് 40 പേരാണ് ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്നത് രോഗികളെ കാണാൻ, ഓരോ ആശുപത്രിയും പോവും. ഇന്നിപ്പോഴെന്താണ് 4 ലക്ഷം പേരാണ് പോണത്. അപ്പം അമ്മ അന്നേ ഉടമ്പടിയുടെ ഐഡിയ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. ഉടമ്പടി വന്ന് വരുമോ നിങ്ങൾ തിന്നത് 2013 എൻ്റെ ഫസ്റ്റ് റെവലേഷൻ വരണത്. എന്താണ്? ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്ന് ഞാൻ പറഞ്ഞ വാക്ക് തന്നെയാണ്, ഞാൻ രോഗിയായിരുന്നു. അപ്പം കർത്താവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ
ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പറയരുത് ഞാൻ ഇളയമയെ പോയി കണ്ടെന്ന് പറയരുത്, ഞാൻ ചേട്ടനെ പോയി കണ്ടെന്ന് പറയരുത്. ആരെ കണ്ട്? ഞാൻ ക്രിസ്തുവിനെ പോയി കണ്ടു. അതാണ് പ്രശ്നം, അതാണ് വിഷയം. അവിടെയാണ് ദൈവസ്നേഹം വരുന്നത്. അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തബന്ധത്തിൻ്റെ പേരിലോ മനുഷ്യബന്ധത്തിൻ്റെ പേരിലോ അല്ല, ദൈവികതയാണ്, മാനവികതയല്ല. ബൈബിളിൻ്റെ എല്ലാ മാനവികതയും പ്യുവർ സെക്യുലർ മാനവികതയല്ല. ബൈബിളിൻ്റെ മാനവികത ദൈവികതയെ അടിസ്ഥാനപ്പെടുത്തുകയാണ്. കൈയടിച്ച് കർത്താൻ അത് ഇപ്പം ചില സെക്യുലർ സംഘടനകൾക്കെല്ലാം മാനവികതയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് മനുഷ്യാവകാശമൊക്കെ പറയുന്ന ഫെഡറലായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ആധുനിക കാലങ്ങളിൽ ദൈവത്തെ മാറ്റി നിർത്തി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും ജീവിക്കുന്നവരും ഒക്കെ മാനവികതയെക്കുറിച്ച് പറയാറുണ്ട്. കാര്യം ഇവന്മാർക്ക് എവിടെയെങ്കിലും ഒന്ന് കാലുകുത്തണ്ടേ? അതിന് ഇവർ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നോ, എന്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ പറയും മാനവികത എന്ന് പറയും. ഈ മാനവികത അടിസ്ഥാനം എന്താണ്? ദൈവികതയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, നിങ്ങളെ സഹായിക്കുമ്പോൾ ഞാൻ ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അതെന്താണ്? അത് ആ ഉടുപ്പിക്കുന്ന വസ്തു നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്ന മാനവികത ദൈവികതയിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്. ദൈവികത അടിസ്ഥാനപ്പെടുത്താതെ ഒരു മാനവികത ചെയ്താൽ അതിൻ്റെ എത്തിക്സ് എവിടെ പോയി നിൽക്കും? ഓരോരുത്തരും പോയി നിൽക്കത്തില്ല. ഇറ്റ് ഈസ് ലെഫ്റ്റ് ഇൻ ദി എയർ. താഴെ മോളിൽ പൂവില്ല, താഴെ വേരുമില്ലാത്ത ഒരു ധാർമ്മികത എത്ര കാലം ഇവിടെ നിലനിൽക്കും? അതിനുവേണ്ടി ആർക്ക് രക്തസാക്ഷിയാകാൻ പറ്റും? സഭയിൽ എന്തുകൊണ്ടാണ് ഇത്തരം രക്തസാക്ഷികളുള്ളത്? അതായത് സഭയുടെ ധാർമ്മികതയ്ക്ക് കാലുകൊത്താനൊരു ഇടമുണ്ട്. സഭയുടെ ധാർമ്മികതയ്ക്ക് പൂത്തു നിൽക്കുമ്പോൾ അത് നിറയെ ഫലങ്ങൾ പായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിവേരുകൾ ദൈവത്തിൽ ഊന്നിയതാണ്. എന്തുകൊണ്ടാണ് രക്തസാക്ഷികൾ ആ ധാർമ്മിക മേഖല നമുക്ക് കൂടുതലുള്ളത്? വേദസാക്ഷികളും മാതരേസായാലും ഫാദർ ഡാമിനായാലും അവിടെയൊക്കെ അവരുടെ ജീവിതം ഇതിനു വേണ്ടി ഹോമിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു മാനവികതയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അതിനെന്താണ്? ദൈവികതയാണ്. മാനവികത ദൈവികതയിൽ ഊന്നാത്ത മാനവികതയാണെങ്കിൽ നിങ്ങൾ ഒരു അധർമ്മത്തിൻ്റെ പേരിൽ മരിക്കാൻ നിങ്ങൾ തയ്യാറാകത്തില്ല, പക്ഷെ കൊല്ലാൻ നിങ്ങൾ തയ്യാറാകും. ചില സംഘടനകൾക്ക് ഇവിടെ രക്തസാക്ഷികൾ മുട്ടിട്ട് നടക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ദൈവികതയില്ലാത്ത മാനവികത ആഘോഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ സൃഷ്ടിച്ചത് ആരാണെന്നറിയാം. മനുഷ്യന് നന്മയ്ക്ക് വേണ്ടി പോയി പ്രവർത്തിച്ചിട്ട് അതിൻ്റെ പേരിൽ സ്റ്റാൻസോമിയെപ്പോലെ രക്തസാക്ഷിയായ ആൾക്കാരൊന്നുമല്ല, മറിച്ച് അല്ലാതെ രക്തസാക്ഷിയായ ആൾക്കാർ, മനുഷ്യൻ്റെ കഴുത്തേക്കാരുടെ കൈമേടിച്ച് ജീവൻ പോയ ആൾക്കാരുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ധർമ്മം തന്നെയാണ് നീതി, നീതി തന്നെയാണ് ധർമ്മം എന്നൊക്കെ പറയുമ്പോഴേ ഈ ധർമ്മവും നീതിയും അടിയുറക്കണം എന്തിലാണ്? മാനവികതയാണെങ്കിൽ ആ മാനവികത പരിണാമ ശാസ്ത്രപ്രകാരം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണെങ്കിൽ ആ മാനവികത ഒരു കുരങ്ങിൻ്റെ അടിസ്ഥാനമില്ല അതിനുള്ള കുരങ്ങിൻ്റെ ജീവിത പരിണാമത്തിൽ വന്നിട്ടുള്ള ഒരു ഭാവമാറ്റമായിട്ടും പുതിയ കാലത്ത് ഒരു പരിണിതിയായിട്ടേ വരത്തുള്ള. അതിന് ആ സാൻമാർഗതയ്ക്ക് എവിടെ നിലനിൽപ്പുള്ളത്? അപ്പം ദൈവികതയിൽ ഊന്നാതെ ഒരു മാനവികതയില്ല. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ കാരാഗ്രഹവാസി, എല്ലാം ഞാനായിരുന്നു എന്ന് പറയും. എന്നിട്ട് ആരാണ്? ദൈവത്തെ കാണാൻ പറഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ ആശീർവദിക്കുവിൻ എന്നൊക്കെ ഈശോ പറയത്തില്ലേ? അതായത് അത് റിവൈസ് ചെയ്യുമ്പോൾ പൗലോസ് അപ്പോസ്തലിക പാരമ്പര്യത്തിൽ പറയണത് അവരെ ആശീർവദിക്കുക അല്ലാതെ ശപിക്കരുതെന്ന് പ്രത്യേകം പറയും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ.